Pastor Jay. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാനായി ലഭിച്ചിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. प्रभु की महिमा हो। एक और बार परमेश्वर के वचन की सेवकाई हमें मिलकर करने के लिए प्रभु के दिए हुए इस अवसर के लिए प्रभु का धन्यवाद। നമുക്ക് ഈ ലോകത്തിൽ അറിയാൻ പറ്റും, ഏത് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഒരു മാനദണ്ഡമുണ്ട്, ഒരു രീതിയുണ്ട്. हम इस संसार में इस बात को समझ सकते हैं कि किसी भी यंत्र को चलाने के लिए एक तरीका है, उसके लिए एक रीति होता है। ലോകത്തിൽ ഏത് ദേശത്തുള്ള മനുഷ്യരായാലും ഏത് രാജ്യത്തുള്ള മനുഷ്യരായാലും അവർ അതാത് ദേശങ്ങളിൽ ജീവിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. संसार के किसी भी देश या किसी भी भूमिका के लोग क्यों ना हो, उनके जीवन शैली के लिए एक नियम कानून है। സഹോദരങ്ങളെ, നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ നിയമങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കി. क्या आप अनुमान लगा सकते हैं कि हम जिस जगह है यहाँ पर कानून नहीं हो तो हमारा जीवन किस रीति से होगा? അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾ അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് അത് നിർമ്മിച്ചവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകും? ഓരോരുത്തർ ഏതൊക്കെ രീതിയിലായിരിക്കും അതിനെ ഉപയോഗിക്കുക? आप सोच के देखिए, अनुमान लगाइए कि हम जिन यंत्रों को, जिन उपकरणों को इस्तेमाल करते हैं, उनको इस्तेमाल करने की विधि या रीति को हम नहीं जानते या बनाए नहीं होते, तो लोग कैसे उसका इस्तेमाल करते? നമ്മളൊന്ന് ഓർത്ത് നോക്കണമേ സഹോദരങ്ങളെ. നമ്മൾ പറയാറുണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്. നമ്മൾ ഈ ലോകത്തിൽ പ്രത്യേക തരത്തിൽ വിളിക്കപ്പെട്ട ഒരു ജനമാണെന്ന് നാം നമ്മെക്കുറിച്ച് പറയാറുണ്ട്. हम इस बात को एक बार याद करें कि हम ये कहते हैं कि हम परमेश्वर के लोग हैं। हम कहते हैं कि हम परमेश्वर के द्वारा विशेष रूप से चुने हुए लोग हैं। നാം ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണെന്ന് നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. हम अपने आप को इस प्रकार संबोधित करते हैं कि हम परमेश्वर के राज्य के नागरिक हैं। ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഞാൻ പറഞ്ഞതുപോലെ നിയമങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിനും ചില നിയമങ്ങളുണ്ട്. जिस प्रकार इस संसार के सभी राज्यों में कानून है, उसी प्रकार परमेश्वर के राज्य में भी कानून व्यवस्थाएं हैं। നിയമമില്ലാത്ത ഒരു രാജ്യത്ത് ജനങ്ങൾ സ്വയം നിയമങ്ങൾ കയ്യിലെടുത്ത് ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതം അരോചകമാകുന്നത് പോലെ, അരാജകത്തിലേക്ക് നീങ്ങുന്നത് പോലെ ദൈവരാജ്യത്തിലെ നിയമങ്ങൾ നാം അനുസരിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അപ്രകാരമായി പോയേക്കും. जिस प्रकार इस संसार में किसी देश में यदि कानून नहीं है तो लोग अपने कानून के हिसाब से जिएंगे, तो उनका जीवन किस प्रकार अराजकताओं से भरा हुआ होगा। उसी प्रकार परमेश्वर के राज्य की भी स्थिति है यदि कानून व्यवस्थाएं नहीं होते। നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ നിയമാവലിയാണ്. और हम जो पहाड़ी उपदेश के विषय में सीख रहे हैं, ये परमेश्वर के राज्य की नियमावली है और कानून प्रणाली है। പഴയ നിയമത്തിൽ ദൈവരാജ്യം എന്ന ഒരു ഫ്രേസ് ഇല്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവരാജ്യം മാത്രമാണുള്ളത്. पुराने नियम में परमेश्वर का राज्य करके कोई शब्द हम नहीं देखते, परंतु नया नियम में केवल और केवल परमेश्वर का राज्य ही दिखते हैं। പുതിയ നിയമത്തിന്റെ ആദ്യ പേജുകളിൽ നമുക്കറിയാൻ പറ്റും, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. और नया नियम के शुरुआत के पन्नों में ही हम देखते हैं यूहन्ना बपतिस्मा देने वाले ने ये प्रचार करना आरंभ किया कि परमेश्वर का राज्य निकट है, इसलिए मन फिराओ। അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ തടവറയിലാക്കി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജയിലിലായി കഴിഞ്ഞപ്പോൾ, യേശു കർത്താവ് അതേ പ്രസംഗം എടുത്തു. 4-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 4:12 കാണുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീനെന്ന് യേശു കർത്താവും പ്രസംഗിച്ചു തുടങ്ങി. ठीक उसी प्रकार जब यूहन्ना बपतिस्मा देने वाला बंदीगृह में डाल दिया गया, तब प्रभु यीशु मसीह ने भी अपनी सेवकाई की शुरुआत इस रीति से किया और अपने प्रचार इस प्रकार शुरू किया कि मन फिराओ, क्योंकि परमेश्वर का राज्य निकट है। ദൈവരാജ്യമെന്ന് ആ വ്യക്തികൾ, അന്നത്തെ മനുഷ്യർ കേട്ടപ്പോൾ അവർക്ക് അറിയില്ല ദൈവരാജ്യം എന്താണെന്നുള്ളത്.
जब उस समय के लोगों ने सुना कि परमेश्वर का राज्य उनको समझ में नहीं आया, वो नहीं जानते थे परमेश्वर का राज्य क्या है। അതുവരെ അവർ ചിന്തിച്ചിരുന്നെല്ലാം ലോകത്തിലെ രാജ്യങ്ങളാണ്. ദൈവം, യഹോവയായ ദൈവം പഴയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തിരുന്നതും ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങളായിരുന്നു. और क्योंकि उस समय तक वे लोग इस प्रकार सोचे कि इसी संसार के राज्य के विषय में, क्योंकि परमेश्वर ने भी जो प्रतिज्ञाएं उनको दिया इस संसार के राज्य के विषय में दिया था। സഹോദരങ്ങളെ, ഞാനൊരു പ്രസംഗ ശൈലിയിലല്ല പഠിപ്പിക്കുന്നത്. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. मैं एक प्रचार की शैली में आगे नहीं बढ़ रहा, परंतु आप सभी लोग इस बात को समझ सकें, इसलिए एक अध्ययन के रूप में, एक क्लास के रूप में इसको ले रहा हूं। ദൈവരാജ്യം എന്താണെന്ന് അറിയാത്ത ഒരു ജനത്തോട് ദൈവരാജ്യത്തെ പരിചയപ്പെടുത്തുന്നതാണ് 4-ാം അധ്യായം കഴിഞ്ഞ് 5-ാമത്തെ അധ്യായം മുതൽ കർത്താവ് ചെയ്യുന്നത്. मत्ती रचित सुसमाचार 4 अध्याय के बाद 5वीं अध्याय से प्रभु यीशु मसीह परमेश्वर का राज्य क्या है इस बात को सिखाना शुरू करते हैं। ഈ ലോകത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിന്റെ രാജ്യത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നാണ് അവിടെ കർത്താവ് വിശദീകരിക്കുന്നത്. और इस संसार के राज्य से अलग होकर परमेश्वर के राज्य में जब हम प्रवेश करते हैं, जब हम परमेश्वर के राज्य में आते हैं, तब एक व्यक्ति को क्या करना चाहिए उसके विषय में प्रभु यीशु मसीह इन भागों में चर्चा कर रहा है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ രാജ്യത്തിൽ നമ്മൾ വസിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. मुझे सुनने वाले मेरे प्रिय भाई बहनों, परमेश्वर के राज्य में यदि हमें वास करना है तो हमें पवित्र आत्मा क्या कहते हैं उसको सुनते बिना हम परमेश्वर के राज्य में वास नहीं कर पाएंगे। കഴിഞ്ഞ ക്ലാസ്സുകളിൽ സഹോദരങ്ങളെ നമ്മൾ കേട്ട ഓരോ വചനവും ഒന്ന് ഓർത്തു നോക്കിക്കേ. മാനുഷിക ബലം കൊണ്ട് നമുക്കതൊന്നും നിവർത്തിക്കുവാൻ കഴിയത്തില്ല. पिछले क्लासों में हमने जो बातें सुना उसके बारे में सोच कर देखिए मेरे प्रिय भाई बहनों, हम इंसानी सामर्थ्य से उनमें से कोई कार्य को नहीं कर सकते। ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ദൈവമക്കളാണ്, നമ്മുടെ ദൈവരാജ്യത്തിലാണ് എങ്കിൽ ഈ പറയുന്ന വാക്യങ്ങളിൽ, ഈ പറയുന്ന വചനത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം കർത്താവിനോട് കൃപയ്ക്കായി യാചിക്കണം. और यदि मेरे प्रिय भाई बहनों, परमेश्वर के संतानों, इन वचनों के अनुसार हम जी नहीं पा रहे हैं तो हम परमेश्वर से अनुग्रह को मांगें। ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ രണ്ട് പ്രതികരണമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. परमेश्वर के वचन सुनते समय 2 प्रकार के प्रत्युत्तर लोगों के जीवन से होता है। ഒരു പ്രതികരണം ഇതാണ്: ഇത് എന്നെ കൊണ്ട് ഇതൊന്നും കഴിയുന്ന കാര്യമൊന്നും അല്ല, പിന്നെ ഇത് ഒരു എന്താ പറയുന്നത്, ഒരു മതഭക്തി അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആക്ടിവിറ്റി ആയിട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തോറ്റ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. और एक प्रत्युत्तर यह है कि ये तो बहुत कठिन बातें हैं, इसको कोई मान नहीं सकता, ये कहकर हम पराजित जीवन बिता सकते हैं। എന്നാൽ മറ്റൊരു പ്രതികരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ജീവിച്ച അനേകരുടെ ചരിത്രങ്ങൾ ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും അനേകര് ഈ വലിയ കൃപയിൽ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. दूसरा प्रत्युत्तर यह है कि इसी प्रकार जीवन बिताए हुए लोगों की गवाही को ये वचन हमें लिखकर बताते हैं, और हमारे सामने भी अनेक लोगों के जीवन को हम देखते हैं जो इस वचन के अनुसार जिए हैं। നാം ചിന്തിക്കേണ്ടത്, അവർക്കതിന് കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്കതിന് കഴിഞ്ഞുകൂടാ? हमें ये सोचना है कि यदि वे लोग ऐसा जीवन बिता सका तो हम क्यों नहीं जी सकते हैं। നമ്മൾ ആലോചിക്കണം, ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? അനേക ദൈവദാസന്മാര്, ദൈവദാസിമാര് ഈ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ജീവിച്ച് സന്തോഷത്തോടെ കഴിയുന്നു. എനിക്കതിന് കഴിയുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് നാം ചിന്തിക്കണം. मसीह जीवन का रहस्य क्या है कि हमें इस बात को सोचना है, अनेक मसीही लोग इस वचन के अनुसार जीकर आनंदित हैं, तो मैं क्यों ऐसा नहीं जी पा रहे, इसको हमें सोचना है। രഹസ്യം ഒന്നുമില്ല സഹോദരങ്ങളെ. രഹസ്യം വളരെ സിമ്പിളാണ്. എന്താണെന്നറിയാമോ? അവരാരും തങ്ങളുടെ ബലത്തിലല്ല ജീവിക്കുന്നത്. അവരുടെ ബലം കർത്താവിലാണ്. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആ ബലം കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുന്നു.
ऐसा जीवन बिताने का रहस्य और कुछ भी नहीं है मेरे प्रिय भाई बहनों, क्योंकि वे लोग इस जीवन को ऐसा जी सका क्योंकि वे अपने बल पर नहीं परंतु परमेश्वर से बल के लिए प्रार्थना कर कर सामर्थ मांग कर वैसा जीवन बिता रहे हैं। എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ കാരണം ഒന്ന് മാത്രമാണ്, രഹസ്യം ഒന്ന് മാത്രമാണ്. ദൈവസന്നിധിയിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ കൃപയ്ക്കായി യാചിക്കും. അങ്ങനെ എനിക്ക് ഓരോ ദിവസം മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുന്നു. मेरा मसीह जीवन का रहस्य के बारे में यदि आप पूछेंगे तो मेरा मसीह जीवन का रहस्य यह है, मैं पुकारते हुए आंसुओं के साथ प्रभु से प्रार्थना करता हूं कि प्रभु मुझे सामर्थ प्रदान करें, और प्रभु मुझे सामर्थ देता है और मैं इसी प्रकार जीकर प्रतिदिन आगे बढ़ रहा हूं। ഈ വചനങ്ങളിൽ എവിടെയെങ്കിലും ചെയ്യരുതെന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുവാനുള്ള മോഹം എന്നിലേക്ക് വരുമ്പോൾ, ഞാൻ വീണു പോകുമ്പോൾ ഞാൻ കർത്താവിന്റെ അടുത്ത് കരയും, കർത്താവെ കൃപ തരണമേന്ന്. അപ്പോൾ അവിടെ വീഴാതിരിപ്പാൻ തക്കവണ്ണം ഇതിലെ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ തരും. जब जब ये वचन जो कहता है कि ये कार्य नहीं करना है और वो कार्य करने के लिए जब मेरे जीवन में अभिलाषा आती है, तब तब मैं प्रभु से अनुग्रह मांगता हूं और प्रभु मुझे सामर्थ देता है और मुझे गिरने से प्रभु बचाता है, और इसी प्रकार मैं उन कार्यों में आगे बढ़ पाता हूं। സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാവുന്നതാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളാൽ അത് കഴിയുകയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, നിങ്ങൾ എവിടെയെങ്കിലും വീഴുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്? मेरे प्रिय भाई बहनों, आप लोग भी ये कर सकते हैं। आप में से कितने लोग जब वचन सुनते हैं और आपको लगता है कि ये मैं नहीं कर पाता हूं, कितने लोग पुकारते हुए परमेश्वर से प्रार्थना करते हैं कि ये करने का सामर्थ प्रभु मुझे प्रदान करें। നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അത് നാം വെളിപ്പെടുത്തേണ്ടത്, അത് കാണിക്കേണ്ടത് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോഴാണ്. यदि हम परमेश्वर से प्रेम करते हैं तो उस प्रेम को हम इस संसार में जीते जी ही प्रकट करना है। നമ്മൾ ആരും ചിന്തിക്കരുത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് നമുക്ക് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന്. ഇല്ല, അങ്ങനെയല്ല. വചനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നാം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. हम ऐसा नहीं सोचें कि स्वर्ग जाने के बाद हम अपने जीवन के द्वारा परमेश्वर को प्रकट कर पाएंगे, प्रसन्न कर पाएंगे, परंतु हमें यह जानना है कि संसार में जीते जी हमें परमेश्वर को प्रसन्न करना है अपने जीवन के द्वारा। ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ വിഷയങ്ങളുമായി പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തീയ വിശ്വാസി ഭൂമിയിൽ ജീവിക്കേണ്ട നിയമങ്ങളാണ് കർത്താവ് പഠിപ്പിച്ച് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. पिछले दिनों से पहाड़ी उपदेश के द्वारा एक परमेश्वर का जन इस संसार में कैसे जीना है, उन नियमों के विषय में हम अध्ययन कर रहे थे, हम सीख रहे थे। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ വായിക്കുന്നത് 5-ാം അധ്യായം 43-44 വാക്യം, 5:43 and 44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. पिछले दिनों में हमने इस बात को सुना, मत्ती 5 अध्याय के 43 से लेकर हमने सुना, तुम सुन चुके हो कि कहा गया था अपने पड़ोसी से प्रेम रखना और अपने बैरी से बैर। അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാക്കുവാൻ പാടില്ല. उसका मतलब ये है कि इस संसार में हमारा कोई बैरी नहीं होने पाए। നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വ്യക്തിയെ പോലും നാം വെറുക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം സാധ്യമല്ല. और हमारे हृदय के अंदर हम किसी से बैर रखते हैं, ये हम कह नहीं सकते। അത് ഭവനത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തുള്ളവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അധികാരത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർ ആരോടും പകയുണ്ടാക്കുവാൻ പാടില്ല എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. हमारे घर के लोग क्यों ना हो, हमारे आसपास के लोग हो, हमारे कामकाज के क्षेत्र के लोग हो, या हमारे अधिकारी गणों से हो, या शासन करने वालों से हो, हम किसी से भी बैर नहीं रख सकते। എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവ പൈതലാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ ഉള്ളിൽ പക വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളായി കാണുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ നിയമം ലംഘിക്കുകയാണ്. കർത്താവിന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് വസിക്കാൻ കഴിയില്ല. यदि मेरे बातों को सुनने वाला आप में से कोई ये कहते हैं कि मैं परमेश्वर का संतान हूं, परमेश्वर का लोग हूं, और दूसरों से बैर रखते हैं, तो आप परमेश्वर की आज्ञा का उल्लंघन कर रहे हैं, कानून का उल्लंघन कर रहे हैं। आप परमेश्वर के जन के रूप में जी नहीं सकते। ഒരു പക്ഷേ അവർ നിങ്ങളോട് ചെയ്തിരുന്നത് വലിയ പാതകമായിരിക്കാം. നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ നന്മകൾ അവർ കവർന്നെടുത്തിട്ടുണ്ടാകാം.
പീഡിപ്പിച്ചിട്ടുണ്ടാകാം. എങ്കിലും കർത്താവ് പറയുന്നു നിങ്ങൾക്ക് അവരെ ശത്രുക്കളായി കാണാൻ പറ്റില്ല. हो सकता है कि वे लोग आपसे बहुत बुरा किया होगा, आपका उपद्रव किया होगा, आपका अपमान किया होगा, आपके साथ बहुत बुरे बर्ताव किए होंगे, परंतु फिर भी आप उनसे बिल्कुल भी बैर नहीं रख सकते। അതിന് നാം എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് പറയണം, കർത്താവേ, ഈ വ്യക്തിയെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആ വ്യക്തിയോട് പൂർണ്ണമായി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ക്ഷമിക്കുവാൻ തക്കമുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ऐसे में हमें क्या करना है कि प्रभु उस व्यक्ति से प्रेम करने के लिए प्रभु मुझे अनुग्रह दे, उस व्यक्ति को पूर्ण रूप में क्षमा करने के लिए मुझे अनुग्रह दे, ये प्रार्थना हमें परमेश्वर से करना है। കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടു, അനേക ദൈവദാസന്മാര് മറ്റുള്ളവരോട് ക്ഷമിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച കേട്ടു. വലിയൊരു വില കൊടുത്തിട്ടാണ് അവർ ക്ഷമിച്ചത്. पिछले सप्ताह में आप लोगों ने सुना कि कई प्रभु के दासी लोग दूसरों से क्षमा कर सका, उसके लिए उन्होंने बहुत ही दाम चुकाया। അതുകൊണ്ട് ഇന്നത്തെ രാത്രി ആ വിഷയത്തിന് മുമ്പാകെ നാം പ്രാർത്ഥിക്കണം. നമുക്ക് ആരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ആ വ്യക്തിയെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. इसलिए आज रात काल में यदि हमारे जीवन में किसी के विरोध में हमारे अंदर बैर है, हम क्षमा नहीं कर पा रहे हैं, तो हम प्रभु के अनुग्रह मांगे, प्रार्थना करें और हम उन लोगों से क्षमा करें। 48-ാമത്തെ വാക്യത്തിൽ വായിച്ച് നമ്മൾ നിർത്തിയത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. हमने पिछले सप्ताह इस वचन को पढ़कर समाप्त किया, मत्ती 5 अध्याय के 48वां वचन। इसलिए चाहिए कि तुम सिद्ध बनो जैसे तुम्हारे स्वर्गीय पिता सिद्ध है। എങ്ങനെയാണ് കർത്താവ് സൽഗുണപൂർണനായിരിക്കുന്നത്? ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ മഴയെ അയക്കുന്നു, തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. അവിടെ ആരും കർത്താവ് നിരീശ്വരവാദികളോട്, ദൈവമില്ലെന്ന് പറയുന്നവരോട്, ദൈവത്തെ ചീത്ത വിളിക്കുന്നവരോട്, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരോട്, പീഡിപ്പിക്കുന്നവരോട്, ദൈവരാജ്യം നശിപ്പിക്കുന്നവരോട് ദൈവം പകരം ചെയ്യുന്നില്ല. അവർക്കും ദൈവം മഴ കൊടുക്കുന്നുണ്ട്, അവരുടെ മേലും സൂര്യനെ ദൈവം ഉദിപ്പിക്കുന്നുണ്ട്. तुम्हारा स्वर्गीय पिता कैसे सिद्ध है? हमने इस बात को देखा है कि परमेश्वर दुष्टों पर भी और धर्मियों पर भी मेघ बरसाता है, दुष्टों पर भी और धर्मियों पर भी अपनी सूरज को उगाता है, और परमेश्वर के विरोध में बोलने वाले, परमेश्वर के राज्य के लोगों को उपद्रव करने वाले लोगों पर भी परमेश्वर दया करता है, उनके लिए भी आशीषें प्रदान करते हैं। इसी रीति से परमेश्वर सिद्ध है। അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, വീണ്ടും ഞാൻ കാര്യങ്ങൾ ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. इसलिए हम इस विषय में भी प्रार्थना करें। मेरे प्रिय भाई बहनों, मैं उन विषयों को फिर से दोहराना नहीं चाहता। 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. आज हम 6वां अध्याय की ओर आगे बढ़ेंगे। 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭമായി വായിക്കുവാൻ ആഗ്രഹിക്കുക. पहला वचन से लेकर 4वां वचन तक मैं शुरुआत में पढ़ना चाहता हूं। മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അല്ലാതിരുന്നാൽ സ്വർഗസ്ഥിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കുവാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കർത്താവിന്റെ ദാസൻ എന്ന് വായിച്ചാൽ, सावधान रहो, तुम मनुष्यों को दिखाने के लिए अपने धर्म के काम ना करो, नहीं तो अपने स्वर्गीय पिता से कुछ भी फल ना पाओगे। इसलिए जब तू दान करे तो अपने आगे तुरही ना बजवा, जैसे कपटी सभाओं और गलियों में करते हैं, ताकि लोग उनकी बड़ाई करें। मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुके। परंतु जब तू दान करे तो जो तेरा दाहिना हाथ करता है उसे तेरा बायां हाथ ना जानने पाए, ताकि तेरा दान गुप्त रहे, और तब तेरा पिता जो गुप्त में देखता है तुझे प्रतिफल देगा। സഹോദരങ്ങളെ, ലോകത്തിലേക്കൊന്ന് നോക്കിക്കേ. ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തെങ്കിൽ അത് 4 പേര് അറിയത്തക്കവണ്ണമല്ലേ ചെയ്യുന്നത്? मेरे प्रिय भाई बहनों, संसार की ओर देखें। यदि कोई किसी के लिए कुछ भला करते हैं तो संसार को दिखाने के लिए नहीं करता। നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ നമ്മളിൽ എത്ര പേര് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ
അതാരും അറിയരുതെന്നുള്ള ആഗ്രഹത്തോട് നമ്മളിൽ എത്ര പേര് ചെയ്യാറുണ്ട്? हम में से कितने लोग ऐसे दूसरों के लिए काम करते हैं कि कोई उसको नहीं जाने करके। നമ്മൾ പലപ്പോഴും അങ്ങനെ പറയും പുറത്ത് ഇതാരും അറിയണ്ടെന്ന്. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ജഡീക സ്വാർത്ഥ ആഗ്രഹം ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളത്. हम में से कई बार हम ये कहते हैं कि और कोई नहीं जाने, किसी से नहीं कहना, फिर भी हमारे अंदर एक इच्छा होती है कि 6 लोग मेरे काम को जाने। നമ്മുടെ പ്രസംഗത്തിലൂടെ ആന്നേലും പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. हमने जो अच्छे अच्छे काम किए उनके विषय में हमारे प्रचार के बीच में हम जब लोगों से बात करते हैं, भले ही प्रकट रूप में बोले नहीं, लेकिन अप्रत्यक्ष रूप में भी बोलने का कोशिश करेंगे। അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ അധികം മനുഷ്യരുടെ പ്രീതി അല്ലെങ്കിൽ അംഗീകാരം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ये किस बात को प्रकट करते हैं कि हम परमेश्वर को प्रसन्न करने से बढ़कर मनुष्य को प्रसन्न करना पसंद करते हैं। ഇത് രണ്ട് വഴികളാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രസാദത്തിനു വേണ്ടി ജീവിക്കുന്ന വഴി വേറെയാണ്, മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ പ്രസാദത്തിനു വേണ്ടി ജീവിക്കുന്ന വഴി മറ്റൊന്നാണ്. ये दो मार्ग है मेरे प्रिय भाई बहनों। परमेश्वर को प्रसन्न करने वाला एक मार्ग और मनुष्यों को प्रसन्न करने वाला मार्ग बिल्कुल अलग है। മനുഷ്യരെയും പ്രസാദിപ്പിച്ച് ദൈവത്തെയും പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. कोई भी मनुष्य को भी प्रसन्न करें और परमेश्वर को भी प्रसन्न करें, यह संभव नहीं है। ഈ വചനത്തിലേക്കൊന്ന് വന്നേ. ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. इस वचन की ओर हम ध्यान दें। यहां पर पहला वचन, 6 अध्याय का पहला वचन, सावधान रहो, तुम मनुष्यों को दिखाने के लिए अपने धर्म के काम ना करो। ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണമേ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മനുഷ്യർ കാണരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. और यहां पर जो वचन कहते हैं कि सावधान रहो, तुम मनुष्यों को दिखाने के लिए अपने धर्म के काम ना करो, इसका मतलब ऐसा नहीं कि जैसे हम करते हैं और कोई बाहर नहीं जाने, हम ये कहते हैं, वैसा नहीं है। പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അനേകർ കണ്ടെന്നിരിക്കും. और कई बार हम जो अच्छे काम करते हैं बाहर लोग भी देखेंगे। ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മറ്റുള്ളവർ കണ്ടെന്നിരിക്കുമെന്നുള്ളത് സത്യമാണ്, പക്ഷേ നീ അവരെ കാണിക്കുവാനായിട്ട് അത് ചെയ്യരുത്. और दूसरे लोग हमारे कामों को जरूर देखेंगे, परंतु उनको दिखाने की मकसद के साथ हम काम ना करें। നമ്മുടെ കർത്താവ് എത്രയെത്ര നല്ല പ്രവൃത്തികൾ ചെയ്ത് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അതൊക്കെയും എല്ലാവരും കാണുക തന്നെയാണ് ചെയ്തത്. പക്ഷേ കർത്താവ് ചെയ്തത് അവരെ കാണിക്കുവാനല്ല ചെയ്തത്. हमारे प्रभु यीशु मसीह जब इस संसार में थे, प्रभु यीशु मसीह ने बहुत सारे अच्छे अच्छे काम किए और हजारों लोगों ने उन कामों को देखा, परंतु यीशु मसीह ने कभी भी लोगों को दिखाने के लिए कोई काम नहीं किए। ഇവിടെ പറയുന്നു, മനുഷ്യരുടെ നീതിക്ക് വേണ്ടി മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി നീ ചെയ്യുകയാണെങ്കിൽ സ്വർഗസ്ഥിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടത്തില്ല. और यहां पर वचन स्पष्ट रूप में इस बात की घोषणा करता है, यदि मनुष्यों को दिखाने के लिए आप काम करेंगे तो स्वर्गीय पिता से आप कुछ भी फल ना पाओगे। ഒരു കൂലിക്ക് ഒരു വേലയ്ക്ക് രണ്ട് കൂലി നമുക്ക് കിട്ടത്തില്ല. एक काम के लिए 2 प्रतिफल या 2 तनख्वाह हमें नहीं मिलेगा। നമ്മളൊരു വേല ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും അതിന് കൂലി തന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് വേറൊരാളോട് കൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല. यदि हमने एक काम किया और किसी ने यदि हमें उसके लिए प्रतिफल दिया तो हम दूसरा प्रतिफल किसी से नहीं उम्मीद कर सकते। ആ തത്വം ഈ വാക്യത്തിലൂടെ ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾക്ക് ലോകം കൈയടിച്ച് നമുക്ക് മാനം തന്ന, നമുക്ക് പുകഴ്ച തന്നു കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടിപ്പോയി. പിന്നെ എങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദം കിട്ടും? और यदि हम उस सिद्धांत को यदि हम यहां पर भी
तुलना करके देखेंगे तो हमने जो काम किया उसके लिए लोगों ने ताली बजाकर हमारी तारीफ किया, हमने बहुत सारी बड़ाई बटोर लिया है, तो फिर दोबारा हमें परमेश्वर से प्रतिफल कैसे उम्मीद कर सकते हैं? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം? മനുഷ്യൻ തരുന്ന പ്രതിഫലമാണോ അതോ ദൈവം തരുന്ന പ്രതിഫലമാണോ? मैं आपसे एक सवाल पूछूं कि किसकी ओर से मिलने वाला प्रतिफल उत्तम होता है? क्या मनुष्यों से हमें मिलने वाला प्रतिफल या परमेश्वर से मिलने वाला प्रतिफल? ഇന്ന് നമ്മളെ പുകഴ്ത്തുന്ന, നമുക്ക് കൈയടിക്കുന്ന, നമ്മളെ ഉയർത്തുന്ന, നമ്മളെ പൊക്കിക്കൊണ്ട് നടത്തുന്നവരൊക്കെ നാളെ ഇത് ചെയ്യുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. आज जो लोग हमारे तारीफ करते हैं, हमारी बड़ाई करते हैं, हमारे लिए ताली बजाते हैं, वो लोग कल भी हमारे साथ देंगे, इस बात का कोई उम्मीद नहीं है। നിങ്ങൾ കഴിഞ്ഞ 25 വർഷം നന്മ മാത്രം ചെയ്തെന്ന് കരുതിക്കോ. ആര് കടം ചോദിച്ചാലും കൊടുക്കും. എല്ലാവർക്കും ഉപകാരിയായിട്ട് ജീവിച്ചു, എല്ലാവർക്കും നന്മയായിട്ട് ജീവിച്ചു. എന്നാൽ ഒരൊറ്റ പ്രാവശ്യം ഒരാൾ ചോദിച്ചത് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ കഴിഞ്ഞ 25 വർഷം നിങ്ങൾ ആ മനുഷ്യന് ചെയ്ത നന്മയൊക്കെ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നുപോകും. आप सोचिए कि आप पिछले 25 साल से एक व्यक्ति की मदद करता है, जब भी वो कर्ज मांगते देते हैं, आप उनको जब भी पूछते हैं तो आप सहायता करते हैं, लेकिन पिछले 25 साल की बातों को यदि आप एक बार उसके मांगने में नहीं दिया तो वो व्यक्ति भूल जाएगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാ മനുഷ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. അത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കത്തില്ല. പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൂഡ് അനുസരിച്ച് അവർ നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടിരിക്കും. और यही मनुष्य से मिलने वाले प्रतिफल की स्वभाव है, क्योंकि उनके मूड के अनुसार, उनकी स्थिति के अनुसार वो उनको जब तक हम प्रसन्न करेंगे वो हमें प्रतिफल देंगे। പക്ഷെ എനിക്ക് ദൈവത്തിൽ നിന്നൊരു പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലും എനിക്ക് സന്തോഷവും ആനന്ദവുമാണ്, സ്വസ്ഥതയുമാണ്. എന്നാൽ ഞാൻ കടന്നു ചെല്ലുന്ന നിത്യജീവനിലും നിത്യജീവിതത്തിലും എനിക്കത് അനുഗ്രഹമായി ഫലിക്കും. परंतु जब परमेश्वर से मुझे प्रतिफल मिलता है, तब इस पृथ्वी में भी मुझे शांति और आराम का प्रतिफल होगा, और आने वाले युग में जहां मैं जाऊंगा वहां पर भी मेरे लिए वो बड़ी बात होगी। ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്താലും ശരി, ഞാൻ ആരെയൊക്കെ സഹായിച്ചാലും ശരി, എന്ത് കാര്യങ്ങൾ ചെയ്താലും ശരി, എൻ്റെ മനസ്സിലെ ചിന്ത ഇതാണ്: കർത്താവേ, മനുഷ്യരാരും അറിയാതിരിക്കാൻ തക്കവണ്ണമുള്ള കൃപ ഉണ്ടാവണമേ കർത്താവേ. ആരും അറിയിക്കരുത്. കാരണം എനിക്ക് അവരുടെ പ്രതിഫലം ഒന്നും വേണ്ട. ആ പ്രതിഫലം കിട്ടിയാൽ ദൈവത്തിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് രഹസ്യമായിട്ട് അത് ചെയ്യണം. कोई भी सेवा में करूं, कोई भी कार्य मैं लोगों के लिए करूं, तो मैं चाहता हूं कि कोई उसको जाने नहीं, हमें कोई मुझे प्रतिफल ना दे, ताकि मुझे स्वर्गीय पिता प्रतिफल देने पाए। കാരണം എന്നു ചോദിച്ചാൽ ആ കിട്ടുന്ന പ്രതിഫലം നിത്യമായ പ്രതിഫലമാണ്. ആ കിട്ടുന്ന പ്രതിഫലം ശ്രേഷ്ഠമേറിയ പ്രതിഫലമാണ്. അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. कारण क्या है कि मैं ऐसा प्रार्थना करता हूं? क्योंकि हमें परमेश्वर जो प्रतिफल देता है वो आनंददा का प्रतिफल है, वो प्रतिफल कोई भी मुझसे वंचित नहीं कर सकता। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരൊറ്റ സത്യം നമ്മൾ ഗ്രഹിച്ചാൽ മാത്രം മതി. മനുഷ്യന്റെ അപ്രൂവലിന്റെ പിന്നാലെ നമ്മൾ ഒരിക്കലും പോകത്തില്ല. मुझे सुनने वाले भाई बहनों, इसलिए यदि हम इस सच्चाई को, इस सत्य को जानेंगे, तो मनुष्य की ओर से बधाई के लिए हम कभी भी नहीं दौड़ेंगे। നമ്മൾ ഒരിക്കലും പറയത്തില്ല അവരെന്നെ എന്താണ് പുകഴ്ത്താഞ്ഞത്, അവരെന്നെ കണ്ടിട്ട് എന്താ ചിരിച്ചു കാണിക്കാഞ്ഞത്, അവരെനിക്കെന്താ കൈയടിക്കാഞ്ഞത്, എൻ്റെ പേരെന്താ അവർ പറയാതിരുന്നത്. ഒരു വിഷയവുമില്ല. നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും. കർത്താവേ, അവർ പ്രതിഫലം തരാതിരിക്കുന്നതാ എനിക്ക് നല്ലത്. അങ്ങയുടെ പ്രതിഫലം എനിക്കുണ്ടല്ലോ, അത് മതി. यदि हम इस सत्य को जानेंगे तो हम ये नहीं कहेंगे वो लोग मुझे देखकर मुस्कुराया नहीं, मुझे देखकर वो खुश नहीं, वो मुझे देखकर तारीफ नहीं किया, ऐसा हम शिकायत नहीं करेंगे, क्योंकि स्वर्ग का प्रतिफल सबसे बड़ा है, हमें मानेंगे। അത് മാത്രമല്ല, മനുഷ്യര് പ്രതിഫലം തരുമ്പോൾ അവർ ഒത്തിരി കാര്യങ്ങൾ നോക്കും. നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തു, എത്ര നേരം ചെയ്തു, ആർക്കൊക്കെ വേണ്ടി ചെയ്തു, ഇതൊക്കെ അവർ അന്വേഷിച്ചിട്ട് അവര് ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നമുക്ക് തരുന്നത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം അതല്ല നോക്കുന്നത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞോ അത് മാത്രം ചെയ്താൽ മതി, കർത്താവ് പ്രസാദിക്കും.
मनुष्य जब हमें प्रतिफल देते हैं वो बहुत सारे आंकलन करते हैं, कैसे किया, किस प्रकार किया, कितने समय तक किया, ये सब देखकर हमारे प्रतिफल देते हैं। लेकिन परमेश्वर यही देखते हैं कि क्या हमने जो हम कर सकते हैं वो किया है कि नहीं, इस बात को देखकर हमें प्रतिफल देता है। ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് മനുഷ്യരുടെ പ്രതിഫലത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കാനായിട്ട് പോകരുത്, നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കണം. और इसलिए प्रभु यीशु मसीह यहाँ पर कहते हैं कि तुम मनुष्यों से फल पाने की इच्छा नहीं रखना, परंतु स्वर्गीय पिता से प्रतिफल पाने के लिए कार्य करना। എപ്പോഴും ഈ ഒരു സത്യം ഇന്നു മുതൽ സഹോദരങ്ങളെ നമ്മൾ ഫോളോ ചെയ്യണം. आज से इस सच्चाई को हम अनुकरण करें। നമ്മൾ എന്ത് ചെയ്താലും, അത് ശുശ്രൂഷ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ഭൗതികമായിട്ട് ആരെങ്കിലും സഹായിക്കുന്നതായിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യുന്നതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് രഹസ്യത്തിൽ മറ്റാരും അറിയാതെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. അതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ളത്. हम जो कुछ भी करें, भले ही हम सेवकाई का काम करें, हम किसी के लिए कुछ अच्छा कार्य करें, किसी की भलाई हम करें, हमेशा हम इस बात को ध्यान रखें कि हम गुप्त रूप में कर सकें। നമ്മൾ അത്രമാത്രം ശ്രദ്ധയോടെ നോക്കുകയാണെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ, ഞാൻ ഐ ടേക്ക് ഓൾ മൈ എഫോർട്സ് ടു ഹൈഡ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ഐ ഓൾവേസ് ഡു. और यदि हम परमेश्वर को प्रसन्न करने का ही लक्ष्य रखेंगे तो हम जो भी अच्छे काम करते हैं उन अच्छे कामों को छिपाए रखने की हम कोशिश हमेशा करेगा। സഹോദരങ്ങളെ, 3 തരത്തിലുള്ള പ്രവർത്തികളുണ്ട്. और 3 प्रकार के काम हैं मेरे भाई बहनों। 1 ഈവിൾ വർക്ക്, 2 ഡെഡ് വർക്ക്, 3 ഗുഡ് വർക്ക്. पहला बुरे काम, दूसरा मरा हुआ काम, तीसरा अच्छा और भला काम। ഈവിൾ വർക്ക് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം മനുഷ്യന് ദോഷം വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന, ഒരാൾക്ക് ദോഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി മറ്റൊരാൾ ചെയ്യുന്നതിനെയാണ് ഈവിൾ വർക്ക് എന്ന് പറയുന്നത്. हम बुरे काम को जानते हैं। यदि हम किसी व्यक्ति की या प्रकृति की हानि करने वाला कार्य करते हैं, वो बुरा काम है। അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് പറ്റും. കാരണം അതിന് പെട്ടെന്ന് നമുക്ക് അതിന്റെ ഇഫക്റ്റ്, അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. उस बात को हम जल्दी से पहचान सकते हैं क्योंकि हम तुरंत उसके प्रभाव को पहचान सकते हैं। ഈ ലോകത്തിൽ ഈ 2 വർക്കേ ഉള്ളൂ. ഒന്ന് ഈവിൾ വർക്ക്, രണ്ടാമത്തേത് ഗുഡ് വർക്ക്. और संसार में 2 प्रकार के काम को ये लोग ध्यान देते हैं, बुरा काम और दूसरा भला काम। എന്നിട്ട് അവർ പറയുന്നത് എന്തെന്നറിയാമോ? ഈ ഈവിൾ വർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലുള്ളതാണ്. ഗുഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതൊക്കെയാണ് ഗുഡ് വർക്ക് എന്നാണ് ലോകം പറയുന്നത്. और संसार क्या कहता है कि दूसरों को हानि पहुंचाना बुरा काम है, अच्छा काम का मतलब दूसरों के लिए भला करना अच्छा काम है। എന്നാൽ ദൈവവചനപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള വർക്കുകളുണ്ട്. परंतु परमेश्वर का वचन हमें 3 प्रकार के काम के विषय में, जैसे मैंने कहा, बताते हैं। അപ്പോൾ ഈവിൾ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. അടുത്തത് എന്താന്ന് ചോദിച്ചാൽ ഡെഡ് വർക്ക്. बुरा काम को हम समझ गए, तो अगला काम है मरा हुआ काम। ഈ ഡെഡ് വർക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവത്തിൽ നിന്ന് അംഗീകാരമില്ലാത്ത വർക്കുകളാണ്. കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പ്രസാദകരമല്ല നമുക്ക് പ്രതിഫലം കിട്ടാത്ത വേല. और मरा हुआ काम का मतलब है हम अच्छा काम तो करते हैं, परंतु उन कामों से परमेश्वर प्रसन्न नहीं है। അതുകൊണ്ട് നമ്മൾ ഒത്തിരി വേലകൾ ചെയ്യുകയാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടിയൊക്കെ കിട്ടും, അപ്രീസിയേഷനൊക്കെ കിട്ടും, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ. പക്ഷേ ബിഹൈൻഡ് ദ സീൻ, ബിഹൈൻഡ് ദ കർട്ടൻ, ദ ലോർഡ് ഈസ് നോട്ട് പ്ലീസിംഗ് വിത്ത് എനി ഓഫ് അവർ വർക്ക്. हम बहुत खुश हैं और पर बहुत सारे काम हम करते हैं, हमें बहुत सारे तारीफ मिलते हैं, हमें खुद भी एक संतुष्टि उन कामों के कारण मिलता है, परंतु पर्दे के पीछे परमेश्वर उन कामों से प्रसन्न बिल्कुल भी नहीं है। അതാണ് ഡെഡ് വർക്ക് എന്ന് പറയുന്നത്. മരിച്ച വേല, നിർജീവ പ്രവൃത്തി. उन्हीं कामों को मरा हुआ काम और निर्जीव काम कहते हैं.
എന്നാൽ ദൈവവചനപ്രകാരം ഗുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ചെറുതായിക്കൊള്ളട്ടെ, തീരെ ചെറുതായിട്ടുകൊള്ളട്ടെ, കടുകുമണിയോളം വലിപ്പമുള്ളതായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം അതിനകത്ത് പ്രസാദിക്കുന്നുവെങ്കിൽ, നിത്യമായ ഒരു പ്രതിഫലമുള്ളതാണെങ്കിൽ അതാണ് ഗുഡ് വർക്ക്. परंतु परमेश्वर के वचन के अनुसार भला काम ये है, चाहे वो छोटा और वो जो राई के दाने के बराबर का काम भी क्यों ना हो, यदि उससे परमेश्वर प्रसन्न होता है तो वही काम भला काम है, अच्छा काम है. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത്, ഹല്ലേലൂയ സഹോദരങ്ങളെ, മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ മനുഷ്യൻ പ്രസാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ പ്രസാദിക്കുന്നത് കണ്ടിട്ട് അത് ഗുഡ് വർക്കാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പിതാവിൽ നിന്ന് പ്രസാദമില്ലെങ്കിൽ, പിതാവിൽ നിന്ന് പ്രതിഫലമില്ലെങ്കിൽ അത് ഒരിക്കലും ഒരു ഗുഡ് വർക്കായിട്ട് തീരത്തില്ല. यहां पर लिखा हुआ वचन के अनुसार हमें यह समझना है कि यदि लोग खुश हो जाता है, हमें खुशी मिलते हैं, तो हम अच्छा काम नहीं समझें. यदि परमेश्वर प्रसन्न नहीं है तो वो कभी भी भला काम या अच्छा काम नहीं है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം എന്നോട് ചോദിക്കും, ഞങ്ങൾ ഈ ചെയ്യുന്ന വേലകള് ഡെഡ് വർക്കാണോ ഗുഡ് വർക്കാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാ? आप स्वाभाविक रूप में ये सवाल आप मुझसे पूछ सकते हैं कि हम जो काम करते हैं, हम कैसे पहचानेंगे कि ये मरा हुआ काम है या भला काम है. ഞാൻ ഒരു വേല വിട്ടു കളഞ്ഞു. എന്താണ് ഈവിൾ വർക്ക് എങ്ങനെയാ തിരിച്ചറിയുന്നത്? കാരണം നമുക്ക് എല്ലാവർക്കും ഈവിൾ വർക്ക് തിരിച്ചറിയാൻ പറ്റും. मैंने बुरा काम कैसे पहचानने, इस बात को छोड़ दिया, क्योंकि बुरे काम को हम सभी पहचान सकते हैं. അപ്പോൾ ഡെഡ് വർക്ക് ആൻഡ് ഗുഡ് വർക്ക് ഇതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? भला काम और मरा हुआ काम, इसको हम कैसे पहचानेंगे? പുറത്തുനിന്ന് നോക്കിയാൽ ഇത് രണ്ടും ഗുഡ് വർക്കായിട്ട് തോന്നും. बाहर से हम जब देखते हैं, दोनों काम हमें अच्छा काम लगता है. പക്ഷെ അകത്ത് നിന്ന് നോക്കുമ്പോൾ, കർത്താവ് നോക്കുമ്പോൾ, ഒന്ന് നിർജീവ പ്രവൃത്തിയാണ്, ഒന്ന് ദൈവം അംഗീകരിക്കുന്ന പ്രവൃത്തിയാണ്. परंतु भीतर से परमेश्वर की दृष्टिकोण से जब हम देखेंगे, एक मरा हुआ काम है और दूसरा भला काम है. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ സഹോദരങ്ങളെ. നമ്മൾ എല്ലാവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്നൊന്ന് കരുതിക്കേ. मेरे भाई बहनों में एक उदाहरण कहूं कि हम सब लोगों के लिए पुण्य का काम करते हैं. പക്ഷെ ഈ നന്മകൾ ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണെന്ന് കരുതിക്കോ, ഇതൊക്കെ എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രസാദകരമായിട്ട് കിട്ടും, അത് മാത്രമല്ല ഇത് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഞാൻ ചെയ്യുകയാണ്, ഞാൻ ഇത്രയൊക്കെ നന്മ പ്രവൃത്തി ചെയ്യുന്ന ആളാണല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നോ ഡൗട്ട് അത് ഡെഡ് വർക്കാണ്. यदि हम ऐसे पुण्य और दान के कर्म करते हैं और हमारे मन में ऐसा सोच आते हैं कि परमेश्वर से बहुत खुश हो जाएंगे, मैं बहुत बड़ा काम कर रहा है, इससे गर्व हमें महसूस होता है, तो हमें पक्का समझना है कि वो सभी काम मरा हुआ काम है. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് പ്രതിഫലം ഇച്ഛിച്ചിട്ടുള്ള വേലയാണത്. उसका मतलब इस संसार से प्रतिफल पाने की इच्छा के साथ हम उन कामों को करते हैं. അത് മാത്രമല്ല, ഈ വേല ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കുക മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് പറയും, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവരാരും ഇതൊക്കെ ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരും. और हम जब ऐसे काम करते हैं तो हमें ऐसा एक सोच आएगा कि मैं ये सारा काम करता हूं और कोई भी ऐसा काम नहीं करता. അത് മാത്രമല്ല, നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ഉയർത്തുവാനായിട്ട് ശ്രമിക്കും. ഇവരെ ആരെയും പോലല്ല, ഇവരെക്കാളൊക്കെ വേല ചെയ്യുന്നയാളാണ് ഞാൻ. और इतना ही नहीं, हम कोशिश करेंगे कि मैं बाकी सब लोगों से अच्छा काम करता हूं, अपने आप को बढ़ाने के लिए हम कोशिश करेगा. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഡെഡ് വർക്കിന്റെ വേറൊരു കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും തൃപ്തി വരത്തില്ല, നമ്മൾ ഓടി 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 ക്ഷീണിക്കുക എപ്പോഴും. और दूसरा मरे हुए काम का एक और लक्षण यह है कि हम काम करते करते हमें थक जाएंगे और कभी हमें संतुष्टि नहीं मिलेगा. ദൈവവചനപ്രകാരം അവര് വേല ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. परमेश्वर के वचन के अनुसार वे अपने काम करते करते अपने काम के द्वारा परमेश्वर को प्रसन्न करने की परिश्रम करते हैं. തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. अपने कामों के द्वारा परमेश्वर को प्रसन्न करने की प्रयत्न करते हैं.
ഞാൻ വായിച്ചിട്ടുണ്ട് അനേക ദൈവദാസന്മാരെ കുറിച്ച്. അവർ കുടുംബങ്ങൾ പോലും മറന്നിട്ട്, കുടുംബത്തിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മറന്നിട്ട് ദൈവവേലയാണെന്നും പറഞ്ഞ് പ്രഭാതത്തിൽ പോയിട്ട് രാത്രി 11 മണിക്ക് 12 മണിക്ക് ഭവനത്തിൽ കടന്നു വരും. मैंने ऐसे कई बातों को पढ़ा है कि परमेश्वर का काम है कहकर अपने परिवार में जो उनकी जिम्मेदारी है उन बातों को भी भूलकर सुबह से निकल जाता है और रात को परमेश्वर के काम करके वापस लौटते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഭവനത്തിൽ ഒരു ഭാര്യ ഇരുന്ന് കരയുകയാണ്, കുഞ്ഞുങ്ങൾ ഇരുന്ന് കരയുകയാണ്. അപ്പന്റെ കൂടെ ഒരു അല്പസമയം ഇരിക്കാൻ ഈ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു, ഭർത്താവിന്റെ കൂടെ ഒരു അല്പസമയം ചെലവഴിക്കാൻ ഈ ഭാര്യ ആഗ്രഹിക്കുന്നു. അത് അവർ കാണുന്നില്ല. परंतु मेरे प्रियो, उनका पत्नी घर में रो रहे हैं, बच्चे घर में रो रहे हैं, बच्चे अपने पिता के साथ कुछ पल बिताना चाहते हैं, पत्नी अपने पति के साथ कुछ पल बिताना चाहते हैं, इन बातों को वो कभी देख नहीं पाते। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആ ഇരിക്കുന്ന ഭാര്യ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ മകളാണ്, അത് മനസ്സിലാക്കണം. ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ സ്വന്തം മകളെയും മക്കളെയും ദൈവത്തിന്റെ മുമ്പിൽ പിതാവ് നോക്കുമ്പോൾ ഇങ്ങനെയാണ്, എന്റെ മകളെയും എന്റെ മക്കളെയും മറന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി വേല വേല എന്ന് പറഞ്ഞു പോവുകയാണ്. मुझे सुनने वाले मेरे प्रिय भाई बहनों, वो घर में जो पत्नी है वो स्वर्ग के पिता का बेटी है और वो उनके बच्चे हैं, वो सर्वशक्तिमान परमेश्वर का संतान है। इस बात को भूलकर परमेश्वर देखते हैं कि हमें मेरे बेटे बेटियों को त्याग कर वो काम परमेश्वर का काम कहकर बाहर निकल जाता है। ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം പറയുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ ആര് നോക്കിയാലും ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ശ്രേഷ്ഠമേറിയ വ്യക്തിയാ, കുടുംബത്തെ പോലും മറന്നുള്ള വേല. और ये इस उदाहरण को मैं क्यों कहता हूं, संसार में कोई भी उनको देखे तो वो ये सोचेगा कि अपने परिवार को भी भूलकर वो परमेश्वर का काम कर रहा है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയുള്ള വ്യക്തികളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. സ്വസ്ഥത ആ മുഖത്തില്ല, സന്തോഷം ആ മുഖത്തില്ല, ദൈവതേജസ് ആ മുഖത്തില്ല. വേല ചെയ്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു മുഖം ആ മുഖത്തുള്ളത്. परंतु मैं आपसे ये कहना चाहता हूं, ऐसे लोगों की चेहरे की और आप देखिए, कोई संतुष्टि उनके जीवन में नहीं, परमेश्वर के काम करने का आनंद और प्रकाश उनके जीवन में नहीं है। ഹൃദയത്തിന്റെ അകത്ത് സ്വസ്ഥതയില്ല, उनके हृदय में कोई शांति नहीं है, സന്തോഷമില്ല, സമാധാനമില്ല. कोई आनंद नहीं, कोई शांति नहीं। ആരോ ഏൽപ്പിച്ച ഒരു വലിയ ലിസ്റ്റിനകത്ത് ഓരോന്ന് ചെയ്തു തീർക്കുന്നു എന്നുള്ള രീതിയിൽ ടിക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഭാരപ്പെടുകയാണ്. किसी के द्वारा दिए गए एक बहुत बड़ी सूची में एक एक काम करते हुए एक एक काम को टिक लगाकर वो आगे बढ़ रहा है। എന്നാൽ കർത്താവിന്റെ വേല അങ്ങനെയല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ വേല സ്വസ്ഥതയുടെ വേലയാ, സന്തോഷത്തിന്റെ വേലയാ, സമാധാനത്തിന്റെ വേലയാ, പൂർണ്ണ തൃപ്തിയോടെ ചെയ്യുന്ന വേലയാ. परंतु मेरे प्रिय भाई बहनों, परमेश्वर का काम ऐसा नहीं है। परमेश्वर का काम पूरी संतुष्टि से किए जाते हैं, परमेश्वर के काम पूरे शांति से किया जाते हैं, आराम से किए जाते हैं। ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. യേശു കർത്താവ് വേല തുടങ്ങിയപ്പോൾ എത്ര വയസ്സായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? मैं एक और उदाहरण आपको बताना चाहता हूं। जब प्रभु यीशु मसीह ने काम शुरू किया तब प्रभु यीशु मसीह के उम्र कितना था? ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ പ്രവൃത്തി തുടങ്ങിയപ്പോൾ 30 വയസ്സായിരുന്നുവെന്ന്. परमेश्वर का वचन कहता है जब प्रभु यीशु मसीह ने सेवा शुरू किया तब वो 30 साल के थे। അതെന്തിനാ 30 വയസ്സ് വരെ കർത്താവ് വേല ചെയ്യാതിരുന്നത്? क्यों 30 साल तक की उम्र में प्रभु यीशु मसीह ने काम शुरू नहीं किया? കർത്താവ് ഈ 30 വയസ്സ് വരെ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? क्या प्रभु यीशु मसीह 30 साल तक घर में यूं ही बैठकर खाना खा रहे थे? കർത്താവ് 30 വർഷം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, തന്റെ മാതാവിനെയും തന്റെ സഹോദരങ്ങളെയും കർത്താവ് വേല ചെയ്ത് പുലർത്തുകയായിരുന്നു. और ये 30 साल तक की उम्र में क्या किया? प्रभु यीशु मसीह अपने माता पिता को, अपने भाई बहनों को काम करके उनका देखभाल कर रहे थे। പിതാവ് ജോസഫ് ചെറിയ പ്രായത്തിൽ തന്നെ യേശു കർത്താവിനെ നഷ്ടപ്പെട്ടയാളാണ്. और पिता यूसुफ जो है यीशु मसीह के बचपन में ही खत्म हो गए थे.
നമുക്കറിയാം 12ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ ഇരിക്കുന്നതും അതുമാത്രമല്ല അവരുടെ വഴിമധ്യേ യേശു കൂടെ ഇല്ലെന്നുള്ളത് തിരിച്ചറിഞ്ഞ് മറിയയും യോസേഫും തിരിച്ച് യെരൂശലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പുരോഹിതന്മാരോടും സദൂക്യരോടും പരീശന്മാരോടും യേശു കർത്താവ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. हम लोग सुसमझ में इस बात को पढ़ते हैं, 12 साल की उम्र में जब यीशु मंदिर में जाते हैं, वहां पर याचकों के साथ, शास्त्री लोगों के साथ हमें बात करते हुए, बड़े बातों को करते हुए हम यीशु मसीह को पाते हैं. അതിനുശേഷം ഒരിക്കൽ പോലും യോസഫിനെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞത് എങ്ങും കാണുന്നില്ല. उस समय यूसुफ का जिक्र हम देखते हैं, उसके बाद यूसुफ के विषय में कोई भी जिक्र हमें नहीं मिलता. എന്നാൽ പലയിടങ്ങളിൽ മറിയയെ കുറിച്ച് പറയുന്നുണ്ട്, മറിയയെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. परंतु उसके बाद मरियम के बारे में और उनके भाई बहनों के बारे में बाइबल बात करती है. അപ്പോൾ അതിൽ നിന്ന് ചരിത്രകാരന്മാർ, തിയോളജിയൻസ് പറയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ 12, 13, 14 ആ പ്രായ സമയത്ത് എപ്പോഴോ ജോസഫ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. उसके कारण पवित्र शास्त्र के शिक्षक लोग इस प्रकार कहते हैं कि 12 साल की उम्र के पश्चात किसी न किसी समय उसके पिता इस संसार से गुजर गए थे. യേശു കർത്താവിന്റെ വളർത്തു പിതാവാണ് ജോസഫ് എന്ന് നമുക്കറിയാൻ പറ്റും. അമ്മ മാത്രമാണ് മറിയ. എന്നാൽ കർത്താവ് ഉൽപാദിതമായത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. हम सभी लोग जानते हैं कि यूसुफ तो केवल यीशु मसीह का पालन करने वाला पिता था, केवल मां मरियम थी. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആ കുടുംബത്തിൽ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് യേശുവാണ്. और यीशु पवित्र आत्मा के द्वारा जन्मा और उस परिवार में पहला संतान प्रभु यीशु मसीह था. മറ്റ് സഹോദരങ്ങൾ എല്ലാവരും തന്നെ യേശു കർത്താവിന് ശേഷമുള്ളവരാണ്. बाकी भाई बहन यीशु मसीह के बाद उत्पन्न हुए यूसुफ के द्वारा. ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചിന്തയ്ക്ക് വേണ്ടി ആ ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് പോകുകയാണ്. मैं आपको समझाने के लिए उस वचन को पढ़ना चाहता हूं. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ാമത്തെ വാക്യം. मत्ती रचित सुसमाचार 13 अध्याय का 55 वचन. मत्ती 13 अध्याय का 55. ലോകം യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്, संसार यीशु को देखकर कहता है, ഇവൻ തച്ചന്റെ മകനല്ലയോ? क्या यह बड़ई का बेटा नहीं? ദേവദാസനെ ഒന്ന് വായിച്ചേ 55 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. क्या यह बड़ई का बेटा नहीं? और क्या इसकी माता का नाम मरियम और इसके भाइयों के नाम याकूब, यूसुफ, शमोन और यहूदा नहीं? और क्या इसकी सब बहनें हमारे बीच में नहीं रहती? फिर इसको यह सब कहां से मिला? इस प्रकार उन्होंने उसके कारण ठोकर खाई. സഹോദരങ്ങളെ, ഞാനിത് എന്തിനാ വായിച്ചതെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിനെ കഴിഞ്ഞിട്ട് മറിയയിൽ നിന്നുണ്ടായ മക്കളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 4 സഹോദരന്മാരെ കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്. കുറഞ്ഞത് 2 സഹോദരിമാരെങ്കിലും കാണും. അതുകൊണ്ട് ആ സഹോദരിമാർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 4ഉം 2ഉം 6 പേര് യേശുവിന് താഴെ ആ കുടുംബത്തിൽ മക്കളായിട്ടുണ്ട്. हम देख सकते हैं कि यीशु मसीह के बाद उत्पन्न हुए मरियम के द्वारा उत्पन्न हुए बच्चों के बारे में वहां पर बात करते हैं. 4 भाई उनके थे और कम से कम 2 बहन तो होंगे, इसलिए बहुवचन वहां पर इस्तेमाल करते हैं. तो कम से कम 6 भाई बहन यीशु मसीह के पश्चात उस परिवार में है. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അഥവാ ജോസഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറിയ, തന്റെ അമ്മയായ മറിയയുണ്ട്, മറ്റ് 6 സഹോദരങ്ങളുണ്ട്. ഈ 6 സഹോദരങ്ങളും അമ്മയും ഒരു പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുന്നു. അവരെ ആരാണ് പുലർത്തേണ്ടത്? ആർക്കാണ് പുലർത്തുവാനുള്ള ചുമതലയുള്ളത്? आप अनुमान लगा सकते हैं कि यीशु मसीह और मां मरियम और 6 भाई बहन यीशु के जो बाद में जो उत्पन्न हुए वो उस एक घर में हैं. यदि यूसुफ की मृत्यु हो जाते तो कौन उसको संभालेंगे? ഇത് എത്രമാത്രം പാവപ്പെട്ട കുടുംബമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും വചനത്തിൽ തെളിവുകളുണ്ട്. യേശു കർത്താവിനെയും കൊണ്ട് ആലയത്തിലേക്ക് പരിച്ഛേദന കഴിക്കുവാൻ വരുമ്പോൾ അതിന് കൊടുക്കുന്ന യാഗം എന്താണെന്നറിയാമോ? കുറുപ്രാവിനെയായി യാഗം കഴിച്ചത്. കാരണം അത്രമാത്രം ദാരിദ്ര്യ കുടുംബത്തിലാണ് യേശു കർത്താവ് ജനിച്ചത്.
और आप इस बात को अनुमान लगा सकते हैं, परमेश्वर का वचन इस बात को स्पष्ट रूप में बताते हैं कि ये परिवार कितने गरीब थे। इस बात को हमें समझने के लिए जब प्रभु यीशु मसीह के जन्म के पश्चात जब वे लोग 8वें दिन में मंदिर में आते हैं, वे लोग एक कबूतर को भेंट चढ़ाने के लिए लेकर आते हैं। അത് കാണുമ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. उसके द्वारा हम इस बात को समझ सकते हैं कि यीशु का परिवार जो है बहुत ही गरीब परिवार थे। വലിയ ഒരു ആത്മീക അർത്ഥത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ് സഹോദരങ്ങളെ. मैं आपको एक बहुत बड़ी आत्मिक भेद के विषय को समझा रहा हूं। യേശു കർത്താവ് 30 വർഷക്കാലം പിതാവിന്റെ വേലയിലേക്ക് വരാഞ്ഞതിന്റെ കാരണം എന്തെന്നറിയാമോ? ഈ 30 വർഷക്കാലം ഈ ഭൂമിയിൽ താൻ ഒരു തച്ചനെ പോലെ അധ്വാനിച്ച് തന്റെ അമ്മയെയും തന്റെ ഇളയ സഹോദരങ്ങളെയും പുലർത്തി അവർ വലുതാകുന്നത് വരെ താൻ കാത്തിരുന്നു. प्रभु यीशु मसीह अपने 30 साल की उम्र तक पिता के काम में प्रवेश नहीं किया। उसका कारण यह है 30 साल तक उम्र में वो अपनी भाई बहनों को बड़े होने तक अपने परिवार का जिम्मेदारी लेकर उनको संभाला, उनका देखभाल किया। ഈ ലോകത്തിലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും, ജോലി ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ജോലി സ്ഥലത്തുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിലെല്ലാം കൂടി കർത്താവ് നമുക്ക് മാതൃകയായി ഓരോ ദിവസവും പാപം ചെയ്യാതെ പിതാവിന്റെ ഹിതത്തിൽ ജീവിച്ച് താൻ കടന്നുപോയ ഒരു മാതൃക കാണിച്ചു തരികയായിരുന്നു. इस संसार में काम करने वाला, विभिन्न जिम्मेदारियों को उठाने वाला, हम सबके लिए एक नमूना, एक आदर्श बनकर प्रभु यीशु मसीह संसार में इन सारे कामों को करते हुए बिना पाप करके हमारे लिए एक नमूना बनकर आगे बढ़ रहा था। നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശു കർത്താവ് അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, പിതാവിന്റെ സ്വഭാവമുള്ളവനാണ്. ഹല്ലേലൂയ. എന്നാൽ കൂടുള്ള സഹോദരങ്ങളായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, അവർ പഴയ നിയമത്തിൽ ജീവിച്ച മനുഷ്യരാണ്. ദൈവഭയം ഇല്ലാത്തവരായിരിക്കാം ഒരു പക്ഷേ. അവരുടെ മധ്യത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും കോപിക്കാതെ, പാപം ചെയ്യാതെ, ചിന്തിക്കാതെ ഈ 30 വർഷക്കാലം താൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിച്ചതെന്ന് സഹോദര സഹോദരി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? मेरे प्रिय भाई बहनों, आप अनुमान लगा सकते हैं इस क्लेश से भरे हुए दुनिया में, और प्रभु यीशु मसीह जब इस ऐसे परिवार में था जो यहूदी भूमिका के थे, और शायद वो लोग परमेश्वर को ग्रहण पूरी तौर से नहीं करते थे, ऐसे भाई बहन थे होंगे, लेकिन उनके बीच में कोई पाप ना करते हुए, बिना क्रोध करके, बिना बुरा व्यवहार करके 30 साल के उम्र तक प्रभु यीशु मसीह कैसे जीवन बिताए होंगे। അതാ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുന്നത്, നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു. इसलिए इब्रानियों के पत्री 4 अध्याय में हम पढ़ते हैं कि प्रभु यीशु मसीह हमारे समान हर बातों में पाप के बिना परीक्षा परखा तो गया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, കർത്താവ് ആ വഴിയിലൂടെ കടന്നുപോയി ഈ കുടുംബത്തെ പുലർത്തിയതിന് ശേഷം ഹല്ലേലൂയ തന്നെ പിതാവ് ഏൽപ്പിച്ച വേല 3 വർഷം കൊണ്ട് തികച്ചു. मुझे सुनने वाले भाई बहनों, 30 साल तक की उम्र तक अपने प्रभु के द्वारा सौंपे गए हमें हर जिम्मेदारी को निभाने के बाद पिता के सौंपे हुए सेवकाई को 3.5 साल के उम्र के अंदर पूरा किया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റേണ്ടതായിട്ടുള്ളത്. मुझे सुनने वाले भाई बहनों, इसी आदर्श को हमें अनुकरण करना है। അല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ പിന്നിൽ കരയുന്ന ഒരു ജനമുണ്ടാകും. നമ്മുടെ മക്കൾ ആരും നമ്മളെ കുറിച്ച് പറയരുത്, അപ്പൻ ദൈവത്തെ സേവിക്കുവാനായിട്ട് പോയി, ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ തക്കവണ്ണം സമയമില്ലാതിരുന്നു. और ऐसा यदि हम नहीं करते हैं तो हमारे जीवन में ऐसा ना हो कि हमारे बच्चे बोले हमारे माँ बाप तो प्रभु की सेवा किया लेकिन हमारे लिए कुछ भी नहीं किया। അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത പലതും നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. और इसीलिए ही हमारी चारों ओर ऐसी घटनाओं को हम देखते हैं जिसको हम सोच नहीं सकते। നമ്മൾ എപ്പോഴും ചിന്തിക്കണമേ, ഒരിക്കലും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മക്കള് ദൈവസന്നിധിയിൽ നിന്ന് കരയുവാൻ തക്കവണ്ണം നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിക്കെതിരെ കരയുവാൻ തക്കവണ്ണം ഇടയാവരുത്. हमारे पत्नी या हमारे बच्चे कभी भी हमारे विरोध में कुछ भी सोचने ना दें, ऐसा जीवन हमें बिताना है।
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠവും മഹത്വവുമായ പ്രവൃത്തി എന്ന് തോന്നുമെങ്കിലും പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെയ്ത സകല വേലയും ഡെഡ് വർക്കായി, നിർജീവ പ്രവൃത്തിയായി ഒരു പക്ഷെ മാറ്റപ്പെട്ടു പോയേക്കാം. इसलिए यही बात मैं कह रहा हूं कि बाकी लोगों के सामने बहुत ही श्रेष्ठ बताए जाने वाले काम हमारा हो सकता है, लेकिन परमेश्वर के सामने वो मरा हुआ काम ठहर सकते हैं. യേശു കർത്താവിന്റെ ജീവിതം 33 വർഷമേ ഉള്ളൂ. അതിൽ 30 വർഷവും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവിടുന്ന് ചെയ്തു. 3 വർഷം കർത്താവ് തൻ പിതാവ് വിളിച്ചിരിക്കുന്ന വേല, പിതാവ് തന്ന വേല താൻ 3 വർഷം കൊണ്ട് തികച്ചു. 10% മാത്രം ടൈം. प्रभु यीशु मसीह का जीवन काल 33.5 साल था और उसमें 30 साल तक का उम्र प्रभु यीशु मसीह ने पूरी तौर से अपने घर परिवार की जिम्मेदारी निभाया. 3.5 साल यानी केवल 10% समय परमेश्वर के काम के लिए इस्तेमाल किया. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ താൻ സ്നാനക്കുളത്തിലേക്ക് വന്നിട്ട് സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ ഒരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. जब प्रभु यीशु मसीह बपतिस्मा लेकर बाहर पानी से बाहर निकलते हैं, स्वर्गीय पिता ने एक बात कहा, यह मेरा प्रिय पुत्र है, मैं इससे प्रसन्न हूं. 30-ാമത്തെ വയസ്സിൽ താൻ വേല തുടങ്ങുന്നതിന് മുമ്പാണ് താൻ സ്നാനക്കുളത്തിലേക്ക് താൻ ഇറങ്ങിയത്. 30 साल की उम्र में अपनी सेवा का काम शुरू करने से पहले वो बपतिस्मा लिया था. അപ്പോൾ ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷത്തെ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. जब पिता परमेश्वर यह कहता है कि मैं इससे प्रसन्न हूं, उसका मतलब पिछले 30 साल तक के जीवन से पिता परमेश्वर प्रसन्न था. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ കർത്താവ് നോക്കിക്കൊണ്ട് കർത്താവിന് ഇത് പറയാൻ പറ്റുമോ? ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. मेरे सुनने वाले मेरे प्रिय भाई बहनों, क्या हमारे व्यक्तिगत जीवन को देखकर प्रभु ये कहेंगे कि मैं तुझसे अत्यंत प्रसन्न हूं? കർത്താവ് അങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ ഒരു ഭാഗം മാത്രം നോക്കിയല്ല പറയുന്നത്, നമ്മുടെ ദിനവും രാത്രിയും ഒരുപോലെ കണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കണ്ട്, നമ്മുടെ ചിന്തകൾ കണ്ട്, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ കണ്ട്, നമ്മുടെ ലക്ഷ്യങ്ങൾ കണ്ട് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് കർത്താവ് പറയുന്നത് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. यदि प्रभु ऐसा कहेंगे तो हमारा हर एक कार्य को देखकर, हमें प्रतिदिन के हमारे जीवन के हर एक व्यवहार को देखकर उसके बाद प्रभु कहेगा कि मैं तुझसे अत्यंत प्रसन्न हूं. സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കേൾക്കുന്നത് ഇതിനു തുല്യമാണ്. और स्वर्ग में जब हम जाएंगे, भला और विश्वास योग्य दास करके पुकार हम इसी अनुसार सुनेंगे. അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. आगे के 2 मिनट के अंदर मैं मेरे शब्दों को समाप्त करना चाहता हूं. മത്തായിയുടെ സുവിശേഷം 6:1 നമ്മൾ വായിച്ച വാക്യമാണ് നമ്മളിപ്പോ കേട്ടത്. मत्ती रचित समाचार 6 अध्याय के पहला वचन को हमने पढ़कर सुना था. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ, അല്ലാതിരുന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. सावधान रहो, तुम मनुष्यों को दिखाने के लिए तुम्हारे धर्म के काम ना करो, नहीं तो तुम्हें स्वर्गीय पिता से प्रतिफल नहीं मिलेगा. എന്നെ കേൾക്കുന്ന ദൈവദാസ, ദൈവദാസി, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോടൊരു വാക്ക് പറഞ്ഞ് ഞാൻ വചനത്തെ നിർത്തുകയാ. मुझे सुनने वाले प्रभु के दास और दासियों और मुझे सुनने वाले भाई बहनों, आपसे एक शब्द कहकर मैं परमेश्वर के वचन की मनन को समाप्त करना चाहता हूं. നമുക്ക് ചെയ്യുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വേല കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. हम जो नहीं कर सकते ऐसा कोई भी कार्य प्रभु ने हमें नहीं दिया. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവരെടുക്കാൻ പറ്റാത്ത ഭാരം അവരുടെ തലയിൽ വെച്ച് നമ്മൾ ആരും കൊടുക്കാറില്ല. हमारे छोटे छोटे बच्चों को हमें ऐसा बोझ हम नहीं देंगे जो वो उठा नहीं पाएंगे. കർത്താവ് എന്നെ വേലയ്ക്ക് വിളിക്കുമ്പോൾ എന്റെ മറ്റെല്ലാ കടപ്പാടുകളും കർത്താവിന് നന്നായിട്ട് അറിയാം. जब प्रभु मुझे बुलाया तब मेरे सारी जिम्मेदारियों को प्रभु भली भांति जानते हैं. ഒന്ന് കളഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യുവാനല്ല കർത്താവ് പറയുന്നത്. ഇതിന് ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യം വെച്ച് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ഞാൻ എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. प्रभु ये नहीं कहता कि एक जिम्मेदारी छोड़कर दूसरा करें, परंतु प्रभु चाहते हैं कि हर एक जिम्मेदारी को उसके बराबर प्राथमिकता देकर मैं परमेश्वर के सामर्थ्य मांगते हुए हर एक जिम्मेदारी को पूरा करें.
അതിന് നമുക്ക് വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആലോചന അനുസരിച്ച് നമ്മുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കണം. उसके लिए हमें क्या चाहिए कि हमें प्रभु से प्रार्थना आंसुओं के साथ करते हुए परमेश्वर की सम्मति मांगते हुए हमें हर एक काम को उसकी प्राथमिकता देकर करना है. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ നയിച്ചതുപോലെ അപ്പോസ്തലന്മാരെ നയിച്ചതുപോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും നാം കടന്നു പോകേണ്ട ഇടങ്ങളിലേക്ക് നയിക്കും. जब हम ऐसा काम करेंगे तब जैसे यीशु ने कार्य किया, जैसे प्रेरितों को प्रभु ने अगुवाई दिया, वैसे हमें भले कामों में प्रभु अगुवाई करेगा. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യരുത്. हम कभी भी अपने जीवन को दूसरे लोगों के जीवन के साथ तुलना नहीं करें. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഒരു യുണീക്ക് കോളിംഗ് ആണ്. എന്നെ വിളിച്ചതുപോലെ മറ്റാരെയും ദൈവം വിളിച്ചിട്ടില്ല. മറ്റോരോരുത്തർക്കുമുള്ള വിളി അതാത് യുണീക്ക് വേയിലാണ്. कारण क्या है कि मुझे जो परमेश्वर ने बुलाया वो बुलाहट बिल्कुल भी एक अनोखा और विशेष बुलाहट है. हम में से हर एक को प्रत्येक लोगों को एक अनोखा बुलाहट के साथ प्रभु ने बुलाया है. നാം നമ്മെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. നാം നമ്മെ കമ്പയർ ചെയ്യുന്നെങ്കിൽ യേശു കർത്താവിന്റെ ജീവിതവുമായി കമ്പയർ ചെയ്യണം. हम दूसरे लोगों के साथ हम तुलना नहीं करें. यदि हम तुलना करते हैं यीशु के साथ हमारे जीवन की तुलना हम करें. ഇന്നത്തെ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. आज रात काल में हम प्रभु की उपस्थिति में अपने स्वरों को झुकाएं. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ നാം ചെയ്യുന്നതൊന്നും മനുഷ്യരുടെ മുമ്പിൽ നീതിക്കായി നമുക്ക് ചെയ്യണ്ട. जैसे हमने परमेश्वर के वचन में सुना, हमारे भले कामों को मनुष्यों के सामने दिखाने के लिए हम नहीं करें. നാം ചെയ്യുന്ന വേലയൊക്കെയും കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ശോധന ചെയ്യാം. हम जो भी काम करते हैं क्या परमेश्वर को ये प्रसन्न है, ऐसे सवाल करते हुए उसको खोजते हुए हम अपने कामों को समर्पण करके करें. കർത്താവ് പ്രസാദിക്കാത്ത വേല എത്ര വർഷം നമ്മൾ ചെയ്താലും അത് വെറും നിർജീവ പ്രവൃത്തികളായി മാറിപ്പോകും. परमेश्वर जिन कामों से प्रसन्न नहीं है, उन कामों को जितने भी साल हम करें वो सब कुछ मरा हुआ काम ठहरेंगे. യേശു കർത്താവ് 3 വർഷമേ ജോലി ചെയ്തുള്ളൂ. പക്ഷേ ആ 3 വർഷത്തെ വേല ഗുഡ് വർക്ക്സ് ആയിരുന്നു. प्रभु यीशु मसीह ने 3 साल केवल काम किया, लेकिन वो 3 साल का काम भला काम, अच्छा काम था. കഴിഞ്ഞ 30 വർഷക്കാലം അതിന് മുമ്പ് ചെയ്ത 30 വർഷക്കാലവും ലോകം കണ്ടിട്ടില്ലാത്ത ജീവിതമാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ദൈവവേലയായിട്ട് ഇതിനെ കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും പിതാവാം ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. उससे पहले 30 साल जो कार्य यीशु ने किया, संसार के सामने वो परमेश्वर का काम भले ना हो, परंतु पिता परमेश्वर ने कहा, यह मेरा प्रिय पुत्र है जिससे मैं अत्यंत प्रसन्न हूं. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി അവിടുന്ന് അറിയുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അവിടുന്ന് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അതോടൊപ്പം അങ്ങയുടെ വേല ചെയ്യുവാനുള്ള ശ്രേഷ്ഠമേറിയ വിളിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവേ, ഏതിന് ഞാൻ പ്രാധാന്യം കൊടുക്കണം, എത്രമാത്രം ഏതെല്ലാം രീതിയിൽ ഇത് ചെയ്യണം, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കേണ്ടത്, ഏതിനെ ഞാൻ ഹല്ലേലൂയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ദൈവമേ, അപ്പച്ച അവിടുന്ന് മാത്രമെന്ന് അറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ആരും ഭോഷന്മാരായി തീരുവാനിടയാകാതെ വണ്ണം, ഞങ്ങൾ ഈ ഭൂമിയിൽ ചെയ്ത് ഡെഡ് വർക്കാണെന്ന് പറയുവാൻ്റെ കോണും ഇടയാകാതെ വണ്ണം, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ്റെ കോണും ഞങ്ങൾ ജീവിച്ചു എന്ന് അവിടുത്തെ വായിൽ നിന്ന് കേൾക്കുവാൻ്റെ കോണും ഇടയാകാതെ വണ്ണം സ്വർഗീയ പരിജ്ഞാനത്തിൽ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തിനായിട്ട് സ്തോത്രം. ഓരോരുത്തരുടെ ഹൃദയങ്ങളോടും കർത്താവെ ഇന്നത്തെ രാത്രി ഇടപെടണമേ. ആരെങ്കിലും ഹൃദയത്തിൽ സ്വസ്ഥതയില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഓടി നടക്കുന്നെങ്കിൽ ഇന്നവർക്ക് സ്വസ്ഥത കൊടുത്ത് ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് മുന്നോട്ടുള്ള നാളുകളിൽ അവരെ ഗൈഡ് ചെയ്തായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട്. प्यारे पिता, जीवित अनुग्रहकारी परमेश्वर, हम धन्यवाद देते हैं आपके विशेष बुलाहट जो हम सभी लोगों के ऊपर, हमें से प्रत्येक लोगों के ऊपर है, अनोखा उस बुलाहट के लिए धन्यवाद करते हैं प्रभु जी. जैसे आपका वचन हमने सुना, हम दिखाने के लिए काम करने वाला नहीं,
बल्कि आपको प्रसन्न करने वाला काम करने के लिए हमें सहायता कर प्रभु जी। हम बहुत सारे भले काम करने के बावजूद भी हमारा काम निर्जीव, जिसमें जीवन नहीं, मरा हुआ काम नहीं ठहरने पाए, ऐसा मूर्खता नहीं करने के लिए हम सबको मदद करने के लिए हम आपसे दुआ करते प्रभु। आज वचन सुने हुए हर एक के जीवन को ऐसा अनुग्रह दे कि वे अपने जीवन में आपको प्रसन्न करने के लिए कार्य कर सके, मनुष्यों को प्रसन्न करने के लिए, मनुष्यों को दिखाने के लिए कोई काम नहीं करने पाए, ऐसा अनुग्रह हम सबको प्रदान कर पिता हम प्रार्थना करते हैं। वचन सुने हुए प्रत्येक भाई बहनों को सहायता कर। आज वचन सुनते हुए कोई यदि किसी भी बातों से परेशान है, अपने जीवन में परिवार में क्लेश में है, यीशु तेरे वचन के द्वारा उनके जीवन को छुटकारा दीजिए। पिता परमेश्वर प्रार्थना करते हैं आपके दास को इस्तेमाल करने के लिए धन्यवाद। आगे भी तेरी महिमा के लिए इस्तेमाल करें, हर एक को आशीष प्रदान करें प्रभु यीशु मसीह के नाम से आमीन आमीन। अब पिता परमेश्वर का प्रेम, प्रभु यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सहभागिता हम सब के साथ, विशेष करके प्रभु के वचन से मनादि के हुए प्रभु के दास और उनकी सेवकाई के साथ, राजस्थान गॉस्पेल मिनिस्ट्री में जुड़े हुए प्रत्येक लोगों के साथ प्रभु यीशु मसीह के आगमन तक